ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ പല കേക്കുകൾ ഉണ്ടാക്കുമ്പോഴും പേസ്ട്രികൾ അതുപോലെ ചോക്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട, പാലും പഞ്ചസാരയും മാത്രം മതി. പിന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും, അത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയാണ് പറയുന്നത്. 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര. ഇനി വേണ്ടത് ഒരു നുള്ള് സോഡാപ്പൊടിയാണ്. ഇത് ചേർക്കണമെന്നില്ല, എന്നാൽ ചേർത്താൽ പെട്ടെന്ന് നല്ല സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ 1.5 ഗ്ലാസ് പാലിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 20 മിനിറ്റോളം എടുക്കും ഇതുപോലെ ഒന്ന് ഇളക്കി ഇത് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിത് വിട്ടിട്ട് പോകരുത്, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അവിടെയൊക്കെ പിടിച്ച് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആകെ കട്ടയായി പോകും. ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നുള്ള് സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് തന്നെ മതി, ഒരു വളരെ കുറച്ചൊരു നുള്ള് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിക്കായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറും തോറും നല്ല കട്ടിയായിട്ട് വരും. ഇപ്പൊ ഇത് നല്ല ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിന്റെ തിക്നെസ് കണ്ടോ. ഇപ്പൊ ഇത് നമ്മൾ സ്റ്റവിൽ നിന്ന് ഇറക്കുമ്പോൾ ഇത്ര തിക്കായിരിക്കില്ല കേട്ടോ, കുറച്ച് മുന്നേ വേണം ഇറക്കാനായിട്ട്. ചൂടാറും തോറും നല്ല തിക്കായിട്ട് വരികയാണ് ചെയ്യാം. ഇപ്പൊ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ തയ്യാറായി. അപ്പൊ ഇനി ആരും ഇത് വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.